എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ പേരുദോഷം എന്ന് പറഞ്ഞാൽ മെസ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ. ഞാൻ ഇനി കളി വേണ്ടെന്ന് വെച്ചാൽ മെസ്സിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരും, അതോടുകൂടി അവസാനിക്കും. എനിക്ക് അതിലൊരു ഒളിച്ചോട്ടമുണ്ട്. എന്ത് ഒളിച്ചോട്ടാണ്? ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ? ഈ സ്റ്റേഡിയത്തിൽ ഇൻ്റർനാഷണൽ മാച്ച് നടത്തുക എന്നുള്ളതാണ്. ആ നടത്താതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമുള്ള ദോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കേരളത്തിലെ സ്പോർട്സിനും കേരളത്തിൽ ടൂറിസത്തിനും ഇതുപോലൊരു അവസരം ഇനി ഉണ്ടാവില്ല. ഈ മാച്ചെങ്ങാനും കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ 2 ടീമാണ്, അത് ലോകം മുഴുവൻ ചർച്ചയാവും. ചർച്ചയായി കഴിഞ്ഞാൽ ഇതുപോലെ കളി കോച്ചിലേക്ക് നിങ്ങൾ വിചാരിച്ചാൽ പോലും നടക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എല്ലാ കേരളത്തിലെ റീജിയണൽ മാധ്യമങ്ങളെല്ലാം കൂടി വിചാരിച്ചിട്ട് കളീനെ കൊണ്ടുവന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല. കാരണം അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതായിരിക്കില്ല, ദോഷം ചെറുതായിരിക്കില്ല. ഞാനുണ്ടല്ലോ 1 ലക്ഷം സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ കളിയുടെ ഭാഗമായിട്ട്. 1 ലക്ഷം സ്പോർട്സ് കിറ്റ്. ഞാൻ നിങ്ങളുടെ എൻ്റെ പ്രൊമോ കണ്ടാൽ അറിയാം. എല്ലാ ജില്ലകൾക്കും 5000 ബോൾ കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. എല്ലാ സ്കൂളുകൾക്കും ഈ 10 കിറ്റും 150 ബോളും വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. മനസ്സിലായോ? 1,70,000 1,60,000 ബോളാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ അത് ഇതിന് ഉയർത്താൻ വേണ്ടി തന്നെയാണെന്നേ. എൻ്റെ എന്താ അറിയോ, നിങ്ങളിതിന് 2ആയിട്ട് കാണണം. കേരളത്തിലെ സ്പോർട്സിൻ്റെ വികസനം കാണണം, ഇതിൻ്റെ ടൂറിസത്തിൻ്റെ വികസനം കാണണം. ഈ ടൂറിസത്തിൻ്റെ സ്പോർട്സിൻ്റെ വികസനം കണ്ടാലേ നിങ്ങൾക്ക് അതിന് കാണാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ആരോപണം നിശ്ചയിച്ചാലും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസ ഉണ്ടാക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം. എൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം എഗ്രിമെൻറ്റ് വെച്ച് എൻ്റെ പേരിലേക്ക് 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് എഴുതിയിട്ടല്ലേ ഞാനിതിൽ പണി തുടങ്ങുള്ളൂ. ഞാൻ അങ്ങനെയാണോ ചെയ്തത്? ഞാൻ ഒരു മാസത്തേക്കല്ലേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടാ. എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ വൃത്തിയായി 1 മാസത്തേക്ക് എനിക്ക് എടുക്കാമായിരുന്നല്ലോ. 1 വർഷത്തേക്ക് ചോദിച്ചാലും തന്നേനെ. കാരണം ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സർക്കാരിനോടോ GCDനോടോ ആദ്യത്തെ ചർച്ചയിൽ തന്നെ എനിക്ക് 1 വർഷത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ തന്നേനെ. ഞാൻ ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചെന്തിനാണെന്ന് അറിയോ? ഈ രേഖകൾ പൂർത്തീകരിച്ച് ഇപ്പം ഞാൻ പറയാം. ഇപ്പം നമുക്ക് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? ഫിഫയുടെ അനുമതി കിട്ടിയില്ല, അനുമതിക്ക് സമയം ലേറ്റായി എന്നുള്ളത്. സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് IITയും PWDയും അവർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം തരാൻ കഴിയുള്ളൂ. അതിന് ഡിലേ ആയി. ഞാൻ ലെറ്റർ കൊടുത്തു, എനിക്ക് പെട്ടെന്ന് തീർത്ത് തരണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ എന്ത് സപ്പോർട്ട് ചോദിച്ചാലും ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്താ അറിയോ, അനാവശ്യമായിട്ട് ക്രൂശിക്കരുത്. അനാവശ്യമായി ക്രൂശിക്കുന്നത് നല്ലതല്ല. അത് എന്നെ ക്രൂശിക്കുന്നതുകൊണ്ടല്ല എന്ന് ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കുറേ ഏറ്റുവാങ്ങിയ ആളാണ്. എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. പക്ഷേ എന്താണ്, നിങ്ങളിത് ചെയ്യുന്നത് കേരളത്തെ സ്പോർട്സിനോടാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് കേരളത്തെ ടൂറിസത്തിനോടാണ്, കേരളത്തെ ജനങ്ങളോടാണ്, വരുന്ന കുട്ടികളോടാണ്. നിങ്ങൾ എന്തുകൊണ്ടായി മെസ്സിനോട് ഇത്ര ആരാധന? മെസ്സിനോട് മാത്രമല്ല, അവിടെ സ്പോർട്സിനോട് മുഴുവൻ ആരാധനയുണ്ട്. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ ആളുണ്ടത്. മനസ്സിലായില്ലേ? കേരളത്തിൽ 9ാമത്തെ റേഞ്ചിലെങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുള്ളത് അവരെ ഫാൻ ബേസിൻ്റെ അകത്ത്. അതെങ്ങനെയാണ്? അത് കേരള സ്പോർട്സ് ജയിക്കുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ മെസ്സിനെ മാത്രമല്ല, ഇപ്പോൾ എന്താ സംഭവിച്ചുള്ളത്? ഇത് ഫിഫ സ്റ്റാൻഡേർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇനിയും കളി നടത്താം. ഈ അർജന്റീന മാത്രം ആയിക്കോണമെന്നില്ലല്ലോ. സ്പെയിൻ്റെയോ ഓസ്ട്രേലിയൻ്റെയോ മൊറോക്കോൻ്റെയോ ഒക്കെ കളി ഇവിടെ നടത്താം. അവരൊക്കെ ഡിസ്കസ് ചെയ്ത കളി കൊണ്ടുവരാൻ കഴിയും നമുക്ക്. ഈ അപ്രൂവൽ കിട്ടാത്ത ഒറ്റ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ 17-ാം തീയതി 3 കളികൾ നടത്തിയിട്ടുണ്ടാവും. സത്യമായിട്ട് പറയാം, മെസ്സിക്ക് വരാൻ അവർക്ക് ട്രാവൽ പ്ലാൻ അനുമതി കിട്ടിയില്ലായിരുന്നു. ഞാനൊരു 3 കളികൾ നടത്തിയിട്ടുണ്ടാവും. സ്റ്റേഡിയത്തിൽ അപ്രൂവൽ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 2 അഗ്രിമെൻറ്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാത്തതാണ്. നിങ്ങൾ പറഞ്ഞാൽ അതും കൂടെ നിങ്ങൾ എന്നെ കളിയാക്കും. നിങ്ങൾ മെസ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പച്ചാള ബാസുവിനെ കൊണ്ടുവന്ന് കളി കളിക്കുന്നത് അത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ എനിക്ക് ഈ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ 2 ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ കഴിയും. നവംബർ 17-ാം തീയതി പറ്റും. അത് ഞാൻ ചെയ്യാത്തതെന്താ അറിയോ? ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇനി ഇതിൻ്റെ ഈ പാപഭാരം മുഴുവൻ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ അടി കൊള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തിനാ കൊള്ളേണ്ട കാര്യം? ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ അതേ ചെയ്യുള്ളൂ. പിന്നെ രാഷ്ട്രീയം, കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു, CPM ഇങ്ങനെ പറഞ്ഞു, BJP അങ്ങനെ പറഞ്ഞു, എന്നെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. പിന്നെ ഞാനൊരു വാർത്താ ചാനലാണ് നടത്തുന്നത്. അതിലെ വാർത്താ ചാനലിൽ വാർത്ത മുഴുവൻ മുക്കിയിട്ട് ഞാൻ വാർത്ത വരുന്നത് മുഴുവൻ നിങ്ങളിത് മാധ്യമപ്രവർത്തനം തന്നെയാണല്ലോ നടത്തുന്നത്. ആ വരുന്ന വാർത്തകൾ മുഴുവൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് അയ്യോ മെസ്സി ഉള്ളതുകൊണ്ട് അവനെ പേടിച്ച് നിൽക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അതിപ്പോൾ ആർക്കെതിരെയാണെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഒരു വാർത്ത കൊല്ലുന്ന പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ പിന്നെ ആകെ ഒരു മീറ്റ് 30 ഡേയ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന എന്താണോ വാർത്തയ്ക്ക് അനുകൂല്യമായ സാധനം അത് ഞാൻ പറയും. റിപ്പോർട്ടർ TV അതാ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ അതെടുത്തിട്ട് ഒരു വാർത്ത വന്നായിരിക്കുമല്ലോ. അതിപ്പം നിങ്ങൾ പറയുന്നത് എന്താ? അയ്യോ മെസ്സി വരാത്തത് കൊണ്ട്. മെസ്സി വരാത്ത പ്രശ്നം ഇപ്പോഴും ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. മെസ്സി വരാത്ത പ്രശ്നമില്ല. ഇനിയിപ്പോൾ കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെസ്സിനെ കൊണ്ടുവരും. ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാണോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഞാൻ എന്താണ്? ഞാനൊരു ബിസിനസ്സുകാരനും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മുതലാളിയും കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ആംഗിളിലും ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് റിപ്പോർട്ടറിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് വേറെ ഇൻറ്റൻഷനാണെങ്കിൽ ഇത്രയും വലിയ സ്ഥാപനത്തെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ? ഞാൻ അത്ര പൊട്ടനാണോ?
അല്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വൃത്തിയായിട്ട് നടപ്പിലാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഒരു മാസം കാത്തിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് തീരട്ടെ, അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഫിഫ അപ്രൂവൽ കിട്ടട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. എനിക്ക് ഇന്നലെ ഫിഫേൻ്റെ അക്രഡിറ്റേഷൻ ഏജൻസി എനിക്ക് വാർത്ത അയച്ചു തന്നു. ആ വാർത്ത മലയാള മനോരമയിൽ പോയ ഇംഗ്ലീഷ് വാർത്തയാണ്, ഓൺ മനോരമയിൽ പോയ ഇംഗ്ലീഷ് വാർത്തയാണ്. ആ ഇംഗ്ലീഷ് വാർത്ത എടുത്തിട്ട് അവർ എനിക്ക് അയച്ചു തന്നു. എന്താ സാർ അവിടെ വലിയ പ്രശ്നം നടക്കുന്നത്, അവിടെ സ്റ്റേഡിയത്തിന് ഇല്ലേ, ആ സ്റ്റേഡിയത്തിന് അനുമതി ഇല്ലേ, അതില്ലേ. ഇത് ഉണ്ടാക്കുന്ന ദോഷം എന്താ അറിയോ, ഇത് നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്ത് മാത്രമല്ല, ഇത് കേരളത്തെ പിന്നോട്ടടിക്കുകയാണ്, കേരളത്തെ പിന്നോട്ടടിക്കുകയാണ്. ആ സാധാരണ ഇംഗ്ലീഷ് വാർത്ത ചെയ്യാത്ത മനോരമയ്ക്ക് ഇംഗ്ലീഷിൽ ചെയ്ത് അയക്കുകയാണ്. അത് എത്തേണ്ടടുത്ത് എത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് ഉണ്ടാക്കുന്ന ദോഷം. ഒരു മിനിറ്റ് പറഞ്ഞു വരുമ്പോൾ ഞാൻ നിങ്ങളെല്ല കുറ്റം പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളെ കുറ്റം പറയുന്നതല്ല, ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. ഞാൻ പറയും ഇതിന്റെ ഇമ്പാക്റ്റാണ് ഞാൻ പറയുന്നത്. അത് ശരി, മനോരമ ചെയ്യുന്നുണ്ട്.